നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് ടു യു ഓൾ വ്യൂവേഴ്സ്. ജിയോ കിച്ചൺ ടൂർ വൈഫ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ വിഭവമാണ്. അതൊരു നാടൻ വിഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പീര വറ്റിക്കാന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പീര വറ്റിക്കുന്ന ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. മീൻ പീരയാണ്. നമ്മൾ വേളൂരി മീനാണ് എടുത്തിരിക്കുന്നത്. വേളൂരിയാണ് ശരിക്കും. ഇത് ഏറ്റവും നല്ലത് നമ്മുടെ നത്തോലിയാണ്. നമ്മുടെ നത്തോലി മീൻ എന്ന് പറയുമല്ലോ ഇവിടെ. കൊഴുവ മീനാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ മത്തി അരിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഇപ്പം ഈ കൊഴുവ നമ്മുടെ നത്തോലിയുടെ സീസൺ അല്ലാന്ന് തോന്നി ഇപ്പോൾ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ഇതെടുത്തിരിക്കുന്നത് മീന്. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇതിൽ നമ്മുടെ വേളൂരി മീനുണ്ട്. ഇതിൽ 400 ഗ്രാം വേളൂരി മീനാണ്. 400 ഗ്രാം ഇതെല്ലാം ക്ലീനാക്കി ഇത് വലുതാക്കുന്നതിന് പകരം രണ്ടായിട്ട് മുറിച്ചു പിടിക്കുന്നതിന് വേണ്ടി, മസാലയ്ക്ക് പിടിക്കുന്നതിന് വേണ്ടി. പിന്നെ ഇവിടെ തേങ്ങാപ്പീരയാണ് നമുക്കുള്ളത്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി നന്നായി അരിഞ്ഞത്, പിന്നെ കറിവേപ്പിലയുണ്ട്, പച്ചമുളകാണ് ഇതിലിടുന്നത്. അതുപോലെ നമ്മൾ ഇഞ്ചി കൊത്തി അരിഞ്ഞുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കുടംപുളി വെള്ളമാണ് ഇതിൽ. കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ പുളി കൂടുതൽ വരാം. കുടംപുളി വെള്ളം തിളപ്പിച്ചാൽ വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഉപ്പ് വേണം. വെളിച്ചെണ്ണ അവസാനം ഒഴിക്കാനും വെളിച്ചെണ്ണ വേണം. അപ്പോൾ നമുക്കിനി ആദ്യമായിട്ട് എന്താ വേണ്ടേ? നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യണ്ടേ? നമുക്ക് മീനും പീരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പച്ചമുളക് ചേർക്കാം. അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഉള്ളിയൊക്കെ നമ്മൾ എത്ര വേണം ചേർക്കണമെങ്കിൽ ചേർക്കാൻ കേട്ടോ. അങ്ങനെ ഒരു കണക്കൊന്നും അത്ര ഇല്ല. പച്ചമുളക് ഒരു ഉണ്ടമുളക് ഒരു 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളി ഒരു 10-15 ഉള്ളിയുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കൊത്തി അരിഞ്ഞ ഇഞ്ചിയുണ്ട്. പിന്നെ കറിവേപ്പിലയ്ക്കൊന്നും ഒരു കണക്കൊന്നും വേണ്ട. എന്തെങ്കിലും കുറച്ചിട്ട് കഴിഞ്ഞാൽ മതി കറിവേപ്പില. അപ്പോൾ ഇതിനെ ഒന്ന് പിന്നെ അടുത്തത് തേങ്ങാപ്പീരയാണ്. ഒരു മീഡിയം തേങ്ങ മുഴുവനുണ്ട്, അല്ലെങ്കിൽ 2 കപ്പ് തേങ്ങാപ്പീരയുണ്ട്. 2 കപ്പ് കണക്കെടുത്ത് കഴിഞ്ഞാൽ 2 കപ്പ്. പീര എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ്. ഇനി നമുക്കിതിൽ പുളിവെള്ളം ചേർക്കാം. സാധാരണ ആൾക്കാർ പുളിയായിടുക, ഞാൻ പുളിവെള്ളം ചേർക്കുന്നു. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഈ സമയത്ത് എല്ലാവരും തന്നെ ഇത് മഞ്ഞൾ ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾ ചേർക്കുന്നില്ല. മഞ്ഞൾ ചേർക്കാതെ വെളുത്ത നിറത്തിൽ എടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മഞ്ഞ നിറത്തിലുള്ള കറിയാവും. ഇത് വെള്ള നിറത്തിലുള്ള പീരക്കറിയാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്കൊന്നും കൈക്കണക്കാണ് പ്രധാനമായിട്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കണക്കിലൊന്നും നിങ്ങൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൈക്കണക്കാണ്, കൃത്യമായിട്ട് അളവൊന്നുമില്ല. ഏകദേശം നമ്മളൊരു ഇതനുസരിച്ചിട്ട് ചേർക്കുകയാണ്. അപ്പം പച്ചമുളക് മറ്റേ കാര്യങ്ങളൊക്കെ നമുക്കൊരു കണക്കുണ്ട്, ആ കണക്ക് വെച്ച് ചേർക്കാം. അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയൊന്നും ഒഴിക്കണ്ട, നേരെ ഇത് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ മതി. ഇട്ട് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം കേട്ടോ. നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഈ സ്പൂണിട്ടൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ, പൊടിഞ്ഞു പോവും. അത് നമ്മളിങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇളക്കുന്നതാണ് നല്ലത്.
വെന്ത് കഴിഞ്ഞിട്ട് ശേഷം ഈ അഭ്യാസമൊന്നും കളിക്കാതിരിക്കുന്നതാണ് നല്ല. മീനിനെ സംബന്ധിച്ചിടത്തോളം മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പാത്രം തന്നെ എടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാം, തീയൊന്ന് കൂട്ടി വെക്കാം. തിള വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം, വേവട്ടെ. അപ്പോൾ നമ്മൾ ഫ്ലെയിമും തീ കുറച്ച് വെക്കാം. നമുക്ക് അടി പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പതുക്കെ ഇളക്കി വിടാം. ഫ്ലെയിം കുറയ്ക്കുക, ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി വിടുക. 4 ചുറ്റും ഒന്നിങ്ങനെ പതുക്കെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഒന്ന് ആയിക്കോളും, അടി പിടിക്കാതിരിക്കും. നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ. നമുക്ക് മൊത്തം ഒന്ന് ചട്ടി എടുത്തിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇളക്കാം. ടോസിങ് എന്ന് പറയുന്നത്, ടോസ് ചെയ്യുന്ന പറയാം. ചൈനീസിലൊക്കെ ടോസ് ചെയ്യുമല്ലോ നമ്മൾ പാൻ ടോസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ എന്നിട്ട് പോകാത്തത് നമ്മൾ കുറച്ച് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി വിടാം. ഇളക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മീൻ പൊടിഞ്ഞു പോലെന്ന് മാത്രമേ ഉള്ളൂ. മൂടി വെക്കാം. നമ്മുടെ മീൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻ വെന്ത് തുടങ്ങി നമുക്കൊന്ന് മൂടി മാറ്റി വെക്കാം. മൂടി മാറ്റി വെച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് പതുക്കെ ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പം നമ്മുടെ പീരക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിനു മുമ്പ് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, ഇതൊക്കെ ഇളക്കിയില്ല. സ്റ്റൗ ഓഫ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. മൺചട്ടിയിൽ നന്നായിട്ട് ചൂട് നിൽക്കുക. ഇപ്പോഴും തിളച്ചോണ്ടിരിക്കുകയാണ് വെള്ളം. പിന്നെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ പീര വറ്റിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കറി തന്നെയാണ്. ഇവിടെ ചുരുക്കം പേർക്ക് മാത്രമേ ഇത് അറിയാൻ പാടില്ലായിട്ടുണ്ടായിരുന്നു. ഇനി അറിയാവുന്നവർക്കും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ലേ മറന്നു പോകാൻ വഴിയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഓർമ്മപ്പെടുത്തലും കൂടെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ പ്രധാനമായിട്ട് വിചാരിക്കേണ്ടത് ഇത് കൊഴുവ ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മത്തി നമ്മൾ അരിഞ്ഞിട്ട് ഇതിനകത്ത് ചേർക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. മറന്നു പോയവരുണ്ടെങ്കിൽ അവരൊന്ന് പരീക്ഷിക്കുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ചോറിനൊക്കെ കൊണ്ട് കഴിക്കാൻ നല്ലതാണ്. ഇത് നിങ്ങൾ ചോറ് ഒരു ചെറിയ ചാറുകറിയും ഈ പീരക്കറിയും ഉണ്ടെങ്കിൽ ധാരാളം മതി. പിന്നെ വേറെ ഒരു കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് ഇൻഗ്രീഡിയൻസ് അധികമൊന്നുമില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. നിങ്ങളത് പോയി നോക്കണം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം നാടൻ വിഭവങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ അല്പം നാടനല്ലാത്ത വിഭവങ്ങളും ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഗുഡ് ബൈ ജോർജ്.